മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ സോഷ്യൽ മീഡിയ റീൽസ് ഓടിക്കാൻ വേണ്ടി ഉസ്മാൻ ഇന്ന് സഭയിൽ നടത്തിയ ഒരു തന്ത്രപരമായ നീക്കമാണ്. ഒടുവിൽ പിണറായി എണീറ്റ് വയറ് നിറച്ചു കൊടുത്തു. SFIയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി, ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നങ്ങ് പറഞ്ഞു. അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. ഇനി എന്തിനാണെന്നല്ലേ അടിയന്തര പ്രമേയം. സംസ്ഥാനത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമ സ്വഭാവങ്ങളുടെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ അനുമതി കൊടുക്കുകയാണ്. എന്താണ് അതിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത്? ഗൗരവതരമായ വിഷയമാണ്, ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം അതല്ലല്ലോ. അവർക്ക് ചാനലുകളിൽ ബ്രേക്കിംഗ് പോയിന്റ്സ് കൊടുക്കണം, അവർക്ക് സോഷ്യൽ മീഡിയയിൽ തഗ് ഡയലോഗ് ഉണ്ടാക്കണം. അല്ലാതെ സമൂഹത്തിൽ ഈ വിഷയം എത്ര ഗൗരവതരമാണ്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹാരമല്ല ലക്ഷ്യം. ക്ഷീരമുള്ളൊരകിടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് സാധനം എന്ന് പറയുന്നത് പോലെ അവർക്കിവിടെയും മുഖ്യമന്ത്രി സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു. പക്ഷേ വിളച്ചിലെടുത്തത് പിണറായിയെടുത്തായിപ്പോയി. ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയല്ലോ, കാലം കുറേ ആയല്ലോ. ഉസ്മാനെ പോലെ കരുണാകരൻ്റെ അടുക്കള വഴി രാഷ്ട്രീയത്തിലെത്തിയതല്ലോ. നല്ല തഴക്കവും പഴക്കവുമുള്ള ഒറിജിനൽ രാഷ്ട്രീയക്കാരനോടല്ലേ ഈ വർത്തമാനം പറഞ്ഞു കൊടുത്തത്. കൊടുത്തു തിരിച്ചുള്ള മറുപടി ഉസ്മാന്റെ കാറ്റ് പോയി എന്ന് പറഞ്ഞാൽ മതി. SFIയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി, ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നങ്ങ് പറഞ്ഞു. അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചോണ്ട് ഞാൻ പാർലമെന്റ് ഞാൻ അങ്ങേ മോശക്കാരനാണ്. 5 വർഷം കേട്ടതാ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത് ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയതിനു ശേഷമാണ്. ഈ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പേരിൽ വിഷയവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടും ആ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് അത് നാളുകളിൽ വാർത്താ തലക്കെട്ടുകളാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് ഈ മറുപടി അർഹിക്കുന്നുള്ളൂ. ഒരു പ്രതിപക്ഷമെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തോട് അവർക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിനപ്പുറം എല്ലാത്തിലും രാഷ്ട്രീയമാണ്. ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ കുറച്ച് കരിവാരി തേക്കാൻ പറ്റുമോ, SFIയെയും DYFIയെയും കരിവാരി തേക്കാൻ പറ്റുമോ എന്നാണ് ഉസ്മാൻ പരിശ്രമിച്ചത്. ആ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിക്കാണ് ഉസ്മാന്റെ ഫ്യൂസൂരിയ മറുപടികൾ വന്നത്. സ്വാഭാവികമായിട്ടും ഇല്ലാത്ത കാര്യങ്ങളിരുന്ന് തട്ടി വിടുകയല്ലേ. എന്നിട്ടെന്തോ വിഷയ അവതരണം എന്നാണ് പറയുന്നത്. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയും ചില വാർത്താ തലക്കെട്ടുകളാകുമെന്ന് ഉറപ്പാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് സഭയ്ക്കകത്തിരുന്ന് അങ്ങ് അടിച്ചു വിടുക. അതിന് ആ സന്ദർഭത്തിൽ തന്നെ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തോടുകൂടിയാണ് ഉസ്മാൻ ഒന്ന് അടങ്ങിയത്. അതുവരെ വേണ്ട വേണ്ട എന്ന് വെച്ച് മിണ്ടാതിരുന്നതാണ്. പക്ഷേ സമ്മതിക്കില്ല, ഇരുന്നോണ്ടേയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് അങ്ങ് കൊടുക്കണം. അങ്ങനെ പിണറായി സഭയിൽ അടത്തിറക്കിയിട്ട് കൊടുത്ത മറുപടിയാണ്. കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്, വല്ലാതെ പൊള്ളിയിട്ടുമുണ്ട്. അത് തന്നെയാണ് ആ മറുപടിയുടെ വിജയമെന്ന് പറയേണ്ടി വരികയാണ്.